ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ഹെഡ് ജോഗിൻ്റെ ബേബീസ് കൊടുക്കാറുണ്ട്. ഇവരിപ്പോൾ ഒരു 4 months ആയിട്ടുള്ള ഒരു സെമി അഡൽട്ടാണ്. ബേബീസ് എന്ന് പറയാൻ പറ്റില്ല, സെമി അഡൽട്ടാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം ഇവരിപ്പം ഫുഡും സെൽഫ് ഈറ്റിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പതുക്കെ ടൈംഡ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. നമുക്ക് കയ്യിലൊക്കെ എടുക്കാം. എടുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ അടിയിൽ നിന്ന് എടുക്കുക. ഒരു കടിക്കില്ല, നമ്മൾ ഡയറക്റ്റ് കയറി പിടിക്കുമ്പോൾ മുള്ള് അങ്ങനെ എന്തെങ്കിലും കുത്തി കയറി അങ്ങനെ ഒരു ചെറിയൊരു ഷാർപ്നെസ് ഉള്ളതുകൊണ്ട് ചെറിയൊരു പെയിൻ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്കൊരു പെറ്റായിട്ട് തന്നെ കീപ്പ് ചെയ്യാമെന്നുള്ളൂ. ഇവരെല്ലാം ഇപ്പോൾ ടൈംഡാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കയ്യിലെടുക്കുന്നതുകൊണ്ട് അവർക്ക് ആ പേടിയില്ല. എന്തെങ്കിലും ഒരു സ്ട്രെസ്സ് വന്നാലോ അല്ലെങ്കിൽ ഒരു അറ്റാക്ക് എന്നുള്ളൊരു ഫീൽ വന്നാലോ അവരപ്പോഴും ഒരു ബോൾ പോലെയാവും. ജസ്റ്റ് ഇതുപോലെ ഒരു ബോളാവും. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എടുക്കാൻ പാടായിരിക്കും. ഇങ്ങനെ എടുക്കുമ്പം ഈ മുള്ളെല്ലാം നല്ല ഷാർപ്പായിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ഇതേപോലെ അടിയിൽ നിന്ന് ചേർത്തെടുക്കുക. അടിയിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ നേരം നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. സിമ്പിളായിട്ട് ഇവരെ നമുക്കും അടിയിൽ നല്ല സോഫ്റ്റാണ്, ഫറുള്ള സ്ഥലമാണ്. അപ്പോഴേക്കും നമുക്ക് നല്ല സോഫ്റ്റായിട്ട് എടുക്കുകയും ചെയ്യാം. ഫുഡ് മേജറായിട്ട് നമ്മൾ ക്യാറ്റ് ഫുഡ്, ഡോഗ് ഫുഡിൻ്റെ പെല്ലറ്റ് ഫുഡില്ലേ, പെല്ലറ്റ് ഫുഡ്, പിന്നെ റൈസ്, ചിക്കൻ, അതേപോലെ തന്നെ ചിക്കൻ ബോയിൽ ചെയ്തിട്ടാണെങ്കിലും ഫിഷ് ബോയിൽ ചെയ്തിട്ടാണെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഫ്രൂട്ട്സും ക്യാരറ്റും അതെല്ലാം അരിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരങ്ങനെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഫുഡ് എല്ലാം കഴിക്കും ഇവർ. നമുക്ക് 2 കളർ വേരിയൻ്റ് ആണ്. ആൽബിനോ റെഡ് ആയി വരുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ സോൾട്ട് ആൻഡ് പെപ്പർ വരുന്നുണ്ട്. സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞാൽ ഈ കളറായിരിക്കും, വൈറ്റും ബ്ലാക്കും കൂടിയുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഇവരുടെ ഹസ്ക് നമ്മൾ ക്ലീൻ ചെയ്യണം. ഇപ്പം ഈ ഇരിക്കണ പോലെ തന്നെ നമുക്ക് ചിലപ്പോൾ അഴുക്കുകൾ ഈ നിലത്തോട് ഇങ്ങനെ റോഡൻ്റ് ആയതുകൊണ്ട് അവർ നിരങ്ങി നീങ്ങണതുകൊണ്ട് നിലത്തോട് ചേർന്നാണ് അവർ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കണേ. അപ്പോൾ അടിയിൽ അഴുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ അഴുക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വെയിലുള്ള സമയം നോക്കി ജസ്റ്റ് നമ്മുടെ സാധാ ബ്രഷ് വെച്ച് സോക്ക് ചെയ്ത് കഴുകാമെന്നുള്ളൂ. ഇപ്പോൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇവർ നന്നായിട്ട് നീന്തുന്ന ടൈപ്പാണ്, അതുകൊണ്ട് അങ്ങനെ പ്രശ്നമില്ല. അതേപോലെ തന്നെ ഇവരുടെ പാരൻറ്റ് സ്റ്റോക്ക് ഉണ്ട്. പാരൻറ്റ്സ് നമ്മൾ അഡൽട്ട് ബ്രീഡിംഗ് പേയേഴ്സാണ്. അവർ കുറച്ചും കൂടി വലിപ്പം വെക്കും. ഇതിൻ്റെ ഒരു 2 ഇരട്ടി വലിപ്പം വരും. ഇവരൊരു കോളനി ആയിട്ട് നമുക്ക് വളർത്താവുന്നേ ഉള്ളൂ. ബ്രീഡിങ്ങിന് കേവ്സ് സെറ്റ് ചെയ്ത് കൊടുത്താൽ കോളനി ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ.